Hello everyone, this is Gayatri Shankar. Welcome back to my YouTube channel. Kerala Set 2025 ജൂലൈയുടെ നോട്ടിഫിക്കേഷൻസ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഫോം ഫില്ല് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അതിനോടൊപ്പം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഡേറ്റ്സ് പുറത്തു വന്നിട്ടില്ല, ബട്ട് ദിൽ സൂൺ റിലീസ് ദ ഡേറ്റ്സ്. അപ്പം ഫോം ഫില്ല് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണിത്. ഇതിനോടൊപ്പം പേപ്പർ 1, അതായത് നമുക്ക് സെറ്റിന് രണ്ട് പേപ്പറാണുള്ളത്. ഒന്ന് പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതിൽ പേപ്പർ 1 വിൽ ഹാവ് ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ്, അതോടൊപ്പം എഡ്യൂക്കേഷണൽ പെർസ്പെക്റ്റീവ്സിനെ പറ്റിയിട്ടുള്ള ഒരു പേപ്പറാണ് പേപ്പർ 1. പേപ്പർ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ അതാത് ഓപ്ഷണൽസ് ആയിരിക്കും. അതിൽ പേപ്പർ 1 ₹1 ചെലവ് പോലും ഇല്ലാതെ യൂട്യൂബിന്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾക്ക് എങ്ങനെ സെൽഫ് സ്റ്റഡിയിലൂടെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ, ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ. സോ ഈ എക്സാമിന് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സെറ്റിന്റെ സൈറ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 28 ഏപ്രിൽ മുതൽ 28 മെയ് വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള സമയം തന്നിരിക്കുന്നത്. 28 മെയ് മിഡ് നൈറ്റ് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അഥവാ 28 മിഡ് നൈറ്റ് അടുപ്പിച്ചാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫീസ് അടയ്ക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് 30 വരെയാണ് അവർ സമയം നീട്ടി തന്നിരിക്കുന്നത്, വിച്ച് ഇസ് ഓൺലി ഫോർ ഫീസ്. എന്തായാലും 28 അർദ്ധരാത്രിക്ക് മുമ്പ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മേജർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി കൃത്യമായിട്ട് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് റിസർവേഷൻ കാറ്റഗറിയിൽ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അത് നിങ്ങൾ സെറ്റിന്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചാലും അവർ യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ വൈൽ ഫില്ലിംഗ് യുവർ ആപ്ലിക്കേഷൻ ഫോം എന്ന് മാത്രമേ പറയുള്ളൂ. ദേ വിൽ നോട്ട് കൺസിഡർ എനി ടൈപ്പ് ഓഫ് സച്ച് റിക്വസ്റ്റ് ഫ്രം അവർ സൈഡ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, റിസർവേഷൻ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ കട്ട് ഓഫിന് ചേഞ്ച് ഉണ്ട്. അപ്പം പ്ലീസ് ഡോണ്ട് ലൂസ്. എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ റിസർവേഷൻ കാറ്റഗറി വെച്ചിട്ട് ഡോണ്ട് ലൂസ് യുവർ ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ റിസർവേഷൻ കാറ്റഗറി ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു മേജർ കാര്യമാണ്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇൻ PG ഓർ BEd ആർ നോട്ട് അലൗഡ് ടു റൈറ്റ് ദിസ് എക്സാം. നിങ്ങൾ സെക്കൻഡ് ഇയർ PGയോ സെക്കൻഡ് ഇയർ BEdോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി PGയോ BEdോ കഴിഞ്ഞ ഒരാളാണെങ്കിൽ മാത്രമേ യു ആർ എലിജിബിൾ ടു റൈറ്റ് ദി സെറ്റ് എക്സാം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ please make sure that you are in your second year while writing this exam, because എങ്ങാനും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് ആൻഡ് യു ക്വാളിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ദി സെറ്റ് സർട്ടിഫിക്കറ്റ്. ബിക്കോസ് നമ്മൾ ഈ എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രം പോരാ, ഈ എക്സാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം അവർ പറയുന്ന ഒരു സെറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് വെരിഫിക്കേഷന് കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കുന്ന സമയത്ത് അവർ എന്തെങ്കിലും രീതിയിൽ ഒരു മിസ്മാച്ച് കണ്ടെത്തുകയാണെങ്കിൽ what they will do is they will not give you the certificate. You will have to again appear for the exam and write it again. അതുകൊണ്ട് it is always better നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ നൗ കമ്മിങ് ടു ദ സ്ട്രാറ്റജി പാർട്ട് ഓഫ് ദ വീഡിയോ. നമുക്കറിയാം, നമുക്ക് രണ്ട് പേപ്പറാണ് സെറ്റിനുള്ളത്. ഒന്ന് പേപ്പർ 1 വിച്ച് ഇസ് ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ്സ് ചേർത്ത ഒരു പേപ്പറും, അതുപോലെ പേപ്പർ 2 നിങ്ങളുടെ ഓപ്ഷണൽ, നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ അതിനനുസരിച്ച് ഒരു പേപ്പറുമാണ് നമുക്ക് സെറ്റിലുള്ളത്. ഇതിൽ പേപ്പർ 1 നിങ്ങൾക്ക് ₹1 പോലും ചെലവില്ലാതെ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി അങ്ങോട്ട് ഞാൻ സംസാരിക്കുന്നത്. സി ഹിയർ ഓൺ യൂട്യൂബ് ഞാൻ എൻ്റെ ചാനലിൽ ഫ്രീ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് എ പ്ലേലിസ്റ്റ് ഇറ്റ് സെൽഫ് ഡെഡിക്കേറ്റഡ് ടു കേരള സെറ്റ് പേപ്പർ 1 പ്രിപ്പറേഷൻ സീരീസ്. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസ് വീഡിയോസും കിട്ടും. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു റിവിഷൻ മാരത്തോൺ, 3 വീഡിയോസ് ചേർന്ന് ഒരു റിവിഷൻ മാരത്തോണും ഇതിനോടൊപ്പം കിട്ടുന്നതാണ് വിത്തൗട്ട് എനി കോസ്റ്റ് അറ്റ് ഓൾ ഫ്രം യുവർ സൈഡ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതിനോടൊപ്പം നിങ്ങളുടെ സ്ട്രാറ്റജി ഫോർ പേപ്പർ 1 എന്തായിരിക്കണം എന്നും കൂടെയാണ് ഞാൻ പറയുന്നത്. പേപ്പർ 1 നമുക്ക് മേജർലി 6 യൂണിറ്റ് ആണുള്ളത്. നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ അറിയാം, 6 യൂണിറ്റ് ആണുള്ളത്. ആദ്യം തന്നെ നിങ്ങൾ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. അതിൽ പേപ്പർ 1ന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 യൂണിറ്റ് എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ
എത്ര പഠിച്ചാലും നമ്മളെ കൊണ്ട് വരുന്ന ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്തൊരു ഏരിയ ആണ്. സോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലൈക്ക് സെറ്റ് നിങ്ങൾ അപ്പിയർ ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ടു ഹാവ് സം സ്മാർട്ട് വർക്ക് റാദർ ദാൻ ഹാർഡ് വർക്ക്. അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ 3 യൂണിറ്റ്സ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരമായിട്ട് പിന്നീടുള്ള 3 യൂണിറ്റ്സ് ആർ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ സൈക്കോളജി, ഫിലോസഫി, സോഷ്യോളജി, ഹിസ്റ്ററി, മാനേജ്മെന്റ്, റിസർച്ച്, ഇതെല്ലാം വരുന്ന ഏരിയാസ് ആണ് നിങ്ങൾക്ക് അതിന് താഴെയുള്ള സിലബസിൽ തന്നിരിക്കുന്നത്. ഈ ഓരോ സിലബസിലുള്ള ഓരോ മോഡ്യൂളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഡിസ്കസ് ചെയ്ത് വരികയാണ്. അപ്പോൾ യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. അല്ല, നിങ്ങൾക്ക് ഇത് എല്ലാം കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറിനകത്ത് വരുന്ന ഒരു റിവിഷൻ മാരത്തോൺ ഞാൻ ഇട്ടിട്ടുണ്ട്. 3 വീഡിയോസ് ആണ് അതിൽ വരുന്നത്. യു ക്യാൻ ഓൾസോ സീ ദാറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ പ്ലേലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതും കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 70 മുതൽ 72 മാർക്ക് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, വിച്ച് ഹെൽപ്സ് യു ടു റീച്ച് യുവർ അഗ്രിഗേറ്റ് വെരി ഫാസ്റ്റ്. 72 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ശതമാനമായി, ഓൾമോസ്റ്റ് 62 to 63% ആയി. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷണലിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു മീ പേപ്പർ 1 is will be a piece of cake for you if you follow my series. And also ഇതിനോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ആസ് ഐ അണ്ടർസ്റ്റാൻഡ് റൈറ്റ് നൗ സെറ്റിന്റെ സൈറ്റിൽ നിന്നും അവർ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ വർക്ക്ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു PDF ലിങ്കും കൂടി ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. സോ യു ക്യാൻ ഡൗൺലോഡ് ഫ്രം ദെയർ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് യുവർ വേ ത്രൂ ദ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ഈ ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഹോൾ വീഡിയോ, ഒരു സെറ്റ് ഓഫ് വീഡിയോ 5 to 6 വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വി ആർ ഓൾമോസ്റ്റ് ഹാഫ് വേ ത്രൂ ദ സിലബസ് ഡിസ്കഷൻ. അപ്പൊ അതിനുശേഷം ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് ഇടുന്നതാണ്. നമ്മൾ ഈ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം ഒരു 5 മുതൽ 6 വരെ PYQ വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആൻഡ് സെൽഫ് സ്റ്റഡിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ സെറ്റ് പ്രിപ്പറേഷന്റെ സമയത്ത് ചെയ്തത്. നിങ്ങളും സെൽഫ് സ്റ്റഡിയിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അക്കോർഡിംഗ് ടു യുവർ ഓപ്ഷണൽസിന് കോച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം. ബട്ട് ഫോർ പേപ്പർ 1 യു ആർ സേഫ് ഹിയർ എന്നൊന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സെറ്റ് പ്രിപ്പറേഷൻ. വളരെ നന്നായിട്ട് ഇപ്രാവശ്യത്തെ ജൂലൈ സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Live, laugh and learn. Here with Gayatri Shankar. Thank you.